ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഷെറീസ് ഓൾ ഓഫ് ടേസ്റ്റ് ആൻഡ് ടാലൻസ്. അപ്പോൾ ഇന്ന് ഒരു ഔട്ടിംഗ് വ്ളോഗാണ്. നമ്മൾ ഇന്നലെ ഹത്തയിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു ഫാമിലി ട്രിപ്പായിരുന്നു. എൻ്റെ ബ്രദറും സിസ്റ്ററും ബ്രദറിൻ്റെ വൈഫും കുട്ടികളൊക്കെ ആയിട്ട് നല്ലൊരു അടിപൊളി വൈബായിട്ടുള്ളൊരു ഫാമിലി ട്രിപ്പായിരുന്നു. അപ്പോൾ ഹത്ത ഓൾവേസ് എൻ്റെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനാണ് ദുബായിൽ. ലാസ്റ്റ് ഇയർ ഹത്തയിലോട്ട് വന്നപ്പോൾ അവിടെ കുറേ പണികൾ നടക്കുന്നു ഡാമിൻ്റെ താഴെ. ഇപ്പോൾ ആ പണികളെല്ലാം കഴിഞ്ഞു. പുതിയ വാട്ടർഫോളൊക്കെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയതാണ്. അപ്പോൾ ഹത്തയുടെ നവീകരിച്ച കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. വെൽ മെയിൻറ്റെയിൻഡും നല്ല അടിപൊളി ഫെസിലിറ്റീസൊക്കെ ആയിട്ട് നന്നായിട്ട് നമുക്ക് ഫാമിലി ആയിട്ട് വന്നിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ലൊക്കേഷനാണ് ഹത്ത ഡാമിൻ്റെ ഏരിയ. അപ്പോൾ നമുക്ക് ഡാമിലോട്ട് കയറി പോകാൻ അധികം ദൂരമൊന്നുമില്ല. സുഖമായിട്ട് അവിടുന്ന് ഷട്ടിൽ സർവീസും കാര്യങ്ങളും കയാക്കിങ്ങും എല്ലാം ഉണ്ട്. ഷട്ടിൽ സർവീസ് ഫ്രീ ആയിട്ട് നമുക്ക് പോകാം. കയാക്കിങ് നമ്മൾ പേ ചെയ്യണം. അപ്പോൾ ഇതാണ് ആ നവീകരിച്ച് കഴിഞ്ഞിട്ട് ഒരു ചെറിയ രീതിയിലുള്ളൊരു വാട്ടർഫോൾ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. അവിടെ നമ്മുടെ ഷെയ്ഖ് സായിദിൻ്റെയും പിന്നെ ഷെയ്ഖ് റാഷിദ് ബിൻ അൽ മക്തൂമിൻ്റെ ഫാദറിൻ്റെ ഫോട്ടോ ആണ് ഈ വാട്ടർഫോളിൻ്റെ അവിടെ ഉള്ളത്. ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ ഈ കാഴ്ച കാണാൻ. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് പ്ലേ ഏരിയാസ് ഉണ്ട്. ഒരുപാട് എന്താ പറയുക, നല്ല ഭയങ്കര നീറ്റായിട്ട് ഈ ഏരിയ ഞങ്ങൾ ലാസ്റ്റ് ഇയർ പോകുമ്പോൾ ഫുള്ള് അവിടെ പണികളായിട്ട്, അപ്പോൾ അങ്ങോട്ട് ആരെയും പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ദിസ് ഇയർ ഇപ്പോഴാണ് ഞങ്ങൾ പോണത്. നന്നായിട്ട് ഒരുപാട് ഇങ്ങനെ നടന്ന് കാണാനും മലകളുടെ ഇടയിലുള്ള ഭംഗി ഇതൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. പ്രത്യേകിച്ച് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നുമില്ല അവിടെ. അപ്പം ഞങ്ങൾ ഇവിടെ താഴത്തെ കാഴ്ചകളെല്ലാം കഴിഞ്ഞ് ഷട്ടിൽ സർവീസ് ഉണ്ട്. അവിടുന്ന് വണ്ടിയുണ്ട്. വണ്ടിയിൽ നമ്മളെ അവർ ഡാമിൻ്റെ മുകളിലോട്ട് കൊണ്ടുപോകും. വേണമെങ്കിൽ നടന്നിട്ടും പോകാം കേട്ടോ ഡാമിൻ്റെ മുകളിലോട്ട്. അപ്പം നമ്മൾ കുട്ടികളൊക്കെ കൂടെയുള്ള കാരണം തന്നെ ഡാമിൻ്റെ മുകളിലെത്തി. ഇനി ഡാമിൻ്റെ ആ കയാക്കിൻ്റെ ഏരിയയിലോട്ട് ഒരു കുത്തനെ താഴോട്ട് നടന്നു പോവാണ്. അപ്പം നടന്നു പോകുമ്പോൾ സൈഡിൽ നിന്നുള്ള കാഴ്ചകളാണ് അത്. ശരിക്കും നിങ്ങളത് അവിടെ പോയിട്ട് തന്നെ കാണണം. അത്രയും ബ്യൂട്ടിഫുള്ളാണ്. ബ്ലൂ വാട്ടേഴ്സ്, സൈഡിൽ കുറച്ച് ഇങ്ങനെ നടന്ന് കയാക്കിങ്ങിന് അങ്ങോട്ട് എത്താറാകുമ്പോൾ സൈഡിൽ കുറേ മീനുകളുണ്ട്, നല്ല മൾട്ടി കളർ മീനുകളൊക്കെ. പിന്നെ ഇത് കയാക്കിങ്ങിൻ്റെ ഏരിയയാണ്. പെർ ഹെഡ് ഒരാൾക്ക് 60 ദിർഹംസ് ഒറ്റേ തോന്നുന്നു കയാക്കിങ്ങിന്. അപ്പോൾ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് കേട്ടോ. എന്താ പറയുക, ബ്ലൂ വാട്ടേഴ്സ്, ബ്ലാക്ക് കളറിൽ ഇങ്ങനെ മൗണ്ടെയിൻസ്, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ആ ഡാമിൻ്റെ ഭാഗമൊക്കെ കണ്ട് കുറേ ഫോട്ടോസ് എടുത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ സൈഡിൽ ഇത് കുറേ പിന്നെ ജങ്ക് ഫുഡ്സ് റെസ്റ്റോറൻറ്റ്സിൻ്റെ ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ അത് മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ ഫാമിലി ഗ്രൂപ്പായിട്ട് പോകാം, എങ്ങനെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഡാമിൻ്റെ മുകളിൽ കൂടെ കുറേ കണ്ടു. പിന്നെ ഡാമിൻ്റെ മുകളിൽ താഴോട്ടുള്ള കാഴ്ചകളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതും നല്ല ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഡാമിൻ്റെ മുകളിൽ കുറേ നടക്കാനുണ്ട് കേട്ടോ. അപ്പോൾ നടക്കാൻ പറ്റുന്നവർക്ക് കുറേ ദൂരം അങ്ങ് നടക്കാം ഡാമിൻ്റെ മുകളിൽ കൂടെ. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഡാമിൻ്റെ ഉള്ളിലും അവിടെയും പിന്നെ കയാക്കിംഗ് ഉണ്ട്, സ്പീഡ് ബോട്ട് സർവീസ് ഉണ്ട്, എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ കൂടെയുള്ള കുഞ്ഞുമക്കളായിരുന്നു ഇത്. ഇവർ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്സായിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ കുട്ടികൾ കൂടെ യാത്രയൊക്കെ ഉണ്ടാകുമ്പോൾ അവരെ കളിയും ചിരിയും കാണാൻ പ്രത്യേക രസമാണല്ലോ. അപ്പോൾ ഡാമത്തെ കാഴ്ചകളെല്ലാം കണ്ടു. ഒരു 2 മണി 3 മണിയാകുമ്പോൾ നമ്മൾ ഡാമിൽ നിന്ന് തിരിച്ചിറങ്ങുകയാണ്. അപ്പോൾ ഇതൊക്കെ എൻ്റെ ബ്രദേഴ്സും പിന്നെ എൻ്റെ ഫാമിലി ബ്രദേഴ്സ് 2 ബ്രദേഴ്സ് ഉണ്ട് എനിക്കിവിടെ. പിന്നെ എൻ്റെ സിസ്റ്റർ ഉണ്ട് ഇവിടെ. അപ്പോൾ പിന്നെ ഇത് അവിടെ ഈ സംഭവം എന്ന് പറയുന്നത് അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസാണ്. അതൊക്കെ പേയ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ പേയ്മെൻറ്റ് എടുത്ത് അപ്പോൾ നമ്മൾ അതൊക്കെ കണ്ടു കഴിഞ്ഞ് താഴോട്ട് സ്റ്റെപ്പ് ഇറങ്ങുകയാണ്. വണ്ടിയിൽ പോകാൻ ഷട്ടിൽ സർവീസ്, പക്ഷേ സ്റ്റെപ്പ് ഇറങ്ങാമെന്ന് വെച്ചാൽ, പക്ഷേ സ്റ്റെപ്പ് പറഞ്ഞാൽ ഈ സ്റ്റെപ്പ് ഒരു പണിയാണ്. 2 കാലം ഒക്കെയുള്ള വീതി ഉണ്ട് സ്റ്റെപ്പിന്. അപ്പോൾ പെട്ടെന്ന് ഇറങ്ങുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ എങ്ങനെ ഇറങ്ങി താഴോട്ട് എത്തി. പക്ഷെ അത് ഈ അധികം നടക്കാനൊന്നുമില്ല. സ്റ്റെപ്പ് ഇറങ്ങാനാണെങ്കിലും സ്റ്റെപ്പ് അല്ലാതെ അധികം നടക്കാനൊന്നുമില്ല. എളുപ്പത്തിൽ നമുക്ക് കയറും ഇറങ്ങുകയൊക്കെ ചെയ്യാം. വലിയ വിഷയമുള്ള കാര്യമില്ല. അപ്പോൾ താഴോട്ട് എത്തിയപ്പോഴും നമ്മൾ ഏകദേശം ഒരു നല്ല വൈകുന്നേരം കാറ്റ് വരുന്നതിന് മുന്നേ ഡാമിന് താഴോട്ട് അറിയുന്നത് രക്ഷപ്പെടും. അതിനുശേഷം ഭയങ്കര തണുത്ത കാറ്റായിരുന്നു. അപ്പോൾ ഈ ക്ലൈമറ്റിലൊക്കെ ഡാം കാണാൻ പോകുകയാണെങ്കിൽ രാവിലെ പോകണം നല്ലത്. വലിയ തണുപ്പുണ്ടാവില്ല, അല്ലെങ്കിൽ നല്ല തണുത്ത കാറ്റാവും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെ എത്തിയത് ലീം ലേക്കിലാണ്. ഈ ലീം ലേക്കിൻ്റെ മാത്രമായിട്ട് ഞാൻ വീഡിയോ മുന്നേ എൻ്റെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലീം ലേക്കിൻ്റെ അവിടെ എത്തിയിട്ട് എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. നെയ്ച്ചോറും കോഴിക്കറിയൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് കറിയൊക്കെ ചൂടാക്കി. അപ്പോൾ ആ ലേക്കിൻ്റെ സൈഡിൽ ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോൾ ആ ലേക്കിൻ്റെ സൈഡിൽ അവിടെയും കയാക്കിംഗ് ഉണ്ട്. നിറച്ച് താറാവുണ്ട് കേട്ടോ ഏരിയയിൽ. കറുപ്പും വെള്ളയും കളറിൽ ഒരുപാട് താറാവുകളുണ്ട്. അപ്പോൾ കുട്ടികൾക്ക് അത് കണ്ടിരിക്കാനും പിന്നെ എന്താ പറയുക, ശരിക്കും നമ്മൾ ഹത്തയിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പോയൊരു ഫീലാണ്. വെള്ളവും മരങ്ങളും പച്ചപ്പും. എനിക്കെന്തോ ഹത്ത ഭയങ്കര ഇഷ്ടമാണ്. എത്ര പോകാമെന്ന് പറഞ്ഞ് ഹത്ത ഭയങ്കര ഇഷ്ടമാണ്. എവിടെ നോക്കിയാലും നമുക്ക് വെള്ളങ്ങളും നീർച്ചാലുകളും അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈ ലീം ലേക്കിൽ തന്നെ ഒരു സൈഡിൽ കുട്ടികൾക്ക് കളിക്കാനുള്ള ഏരിയാസ് ഉണ്ട്. ഇത് ഒരു വട്ടം ഞങ്ങൾ ലീം ലേക്കിലേക്ക് മാത്രമായിട്ട് വന്നിട്ടുണ്ട്. ഈ ഏരിയയിൽ മാത്രം ഫുള്ള് കവർ ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ടല്ലോ. കയ്യിൽ കുറച്ചെടുത്ത വീഡിയോസ് പിന്നെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ മെയിനായിട്ട് ഇവിടെ ഹട്ടുണ്ട്. ആ ഹട്ടിൻ്റെ ഉള്ളിലാണ് അവിടെ നമുക്ക് ഗ്രില്ല് ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ ആ ഹട്ടിൻ്റെ ഉള്ളിൽ ഗ്രില്ല് ചെയ്യണമെന്നാണ് അവിടെ ഓവർനൈറ്റ് ക്യാമ്പിംഗ് ഇല്ല അവിടെ. പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയപ്പോൾ ഒരു വെള്ളക്കെട്ട് പോലത്തെ സംഭവം കൊണ്ട് അവിടെ നിറച്ച് താറാവ്.
എന്താ പറയുക, അവിടെ ആ പോയിന്റ് നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ നമ്മൾ നമ്മുടെ നാട്ടിലാണോ എന്ന് തോന്നിപ്പോകും. മലകളും നല്ല പച്ചപ്പും താഴെ വെള്ളക്കെട്ടും താറാവുകളും ശരിക്കും നമ്മുടെ എന്താ പറയുക UAE ആണോ എന്ന് നമ്മൾ അതിശയിച്ച് പോകും. അത്രയും ബ്യൂട്ടിഫുൾ ആയിരുന്നു. പിന്നെ സൺസെറ്റിൻ്റെ സമയത്ത് നമ്മളവിടെ എത്തിയത് കണ്ടു. അപ്പോൾ ഞങ്ങളുടെ യാത്രയിലെ കാഴ്ചകൾ ഏകദേശം അവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ വ്ളോഗ് അവസാനിക്കുകയാണ്, ഞങ്ങളുടെ യാത്ര അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഹത്ത വ്ളോഗ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനിയും പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എന്തായാലും വരുന്നതായിരിക്കും. ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.